ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബീഫ് കറിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 150 ഗ്രാം സോയ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി 2 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുത്തത്. മീഡിയം സൈസ് 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 5 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും 8 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ചെടുത്തത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളകും ജീരകം കൂടി പൊടിച്ചത്, വെള്ളം, ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. അതിൽ സൺഫ്ലവർ ഓയിലാണ് ഇതിന് ടേസ്റ്റ് കൂടുതലാണ് തരുന്നത്, അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സോയന് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം. ചുമന്ന കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ പച്ചക്കുത്ത് മാറിക്കിട്ടും. ആദ്യം നമുക്ക് അത് ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ചുമന്നൊരു ഷെയ്ഡ് വരുന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു നേരിയ ചുമന്ന കളറാവുന്ന വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. സോയയുടെ കളറൊക്കെ മാറി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വെറുതെ ഉപ്പിട്ടിട്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് നമുക്ക് സവാളയും മുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി. അപ്പം ഞാനതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇതുപോലെ നിറച്ച് ടീസ്പൂണിലൊരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും. 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആയിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് പൊടികളിലേക്ക് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മൊരിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് സോയ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മുങ്ങി നിൽക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളം. വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പിപ്പം നമ്മൾ സോയയിലും ഇട്ടിട്ടുണ്ട്, സവാളയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. സ്വല്പം ഉടയണം. ഈ സമയത്ത് പോരാത്ത ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. തിളച്ച് വെള്ളമൊക്കെ. അപ്പം ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. കുക്കറിലാകുമ്പോൾ നന്നായിട്ട് വെന്തും കിട്ടും, ഉടഞ്ഞും പോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മസാലയൊക്കെ ഇതുമ്പോൾ പിടിച്ച് നല്ലതായിട്ടിരിക്കും. അതിനകത്ത് സോയ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട വെള്ളം സോയയുടെ താഴെ നിൽക്കും കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ കണ്ട ഇതേപോലെ നിൽക്കണം. കാണാമോ? കണ്ട സോയയുടെ താഴെ ആയിട്ട്. ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ച് ആവി വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 5-7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട്
7 മിനിറ്റ് അല്ലെങ്കിൽ 5 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പാനിലേക്ക് കാണിച്ചില്ല. പാനിലേക്ക് ഞാൻ ഇതിൽ തന്നെയാണ് ഒന്നും കൂടി ഇട്ട് വറ്റിച്ച് എടുക്കുന്നത്. കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാനിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. സ്റ്റവ് ഒന്ന് ഓണാക്കാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത് വേണ്ട, നമ്മൾ വറുത്തൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഈ സോയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ട ബീഫ് കറിയാണെന്ന് തന്നെ തോന്നുന്നു. നല്ല സ്മെല്ല് തുറന്നപ്പോൾ തന്നെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും ജീരകവും കൂടി പൊടിച്ചെടുത്തത്. 2 ടീസ്പൂൺ കുരുമുളകിന് 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ജീരകം ഇട്ടാണ്ട് ഇത് പൊടിച്ചെടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു സ്പൂൺ കുരുമുളകും ജീരകം കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സോയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നല്ല സ്മെല്ലാണിത്. ഇങ്ങനെ കുക്കറിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.